കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനൊന്നും ആകണ്ട, ഷീൽഡ് റൈസിലേക്ക് ഫൈറ്റ് ചെയ്യുന്നൊരു ടീമായിട്ട് മാറാൻ എന്നുള്ളത്. അതിൻ്റെ കാരണസഹിതങ്ങളൊക്കെ അടക്കം ഒരു വലിയ വീഡിയോ, 20 മിനിറ്റുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പാർട്ട് 2 എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ സംസാരിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാളിൽ എത്രയോ കുറഞ്ഞ പണം സ്പെൻഡ് ചെയ്തിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ടീമിനെ പറ്റിയാണ്. അറിഞ്ഞ ഒരു വാർത്ത പ്രകാരം ഈ സീസണിൽ തന്നെ ഏറ്റവും കുറവ് പണമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടീമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറയുന്നത്. എന്നാൽ അവർക്ക് ഇത്തവണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സീസൺ എന്ന് പറയാനായിട്ട് സാധിക്കും. അവർ ടോപ്പ് 4 ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ട്രോഫി വിൻ ചെയ്ത് അവർ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ട്രോഫി സ്വന്തമാക്കുന്നു. മാത്രമല്ല സീസണിലുടനീളം മികച്ച പ്രകടനം നടത്താനായിട്ടൊക്കെ സാധിച്ചു. ഒരുപാട് പോസിറ്റീവ്സ് പറയാനുള്ള ഒരു സീസണായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ സീസൺ മാറി എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം മന്ദത്ത് അമാനെ എന്ന് പറഞ്ഞിട്ടുള്ള CEO. അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. മുമ്പ് ബംഗളൂരു FC-യിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. മറ്റ് ചില ക്ലബ്ബുകളൊക്കെ കൊണ്ടുവരുന്നത് പോലത്തെ ഏതെങ്കിലും കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന CEO-മാരൊന്നും അല്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു CEO കൊണ്ടുവന്ന് അദ്ദേഹം അങ്ങനെ വാക്കുകളൊന്നും പറഞ്ഞ് ഇൻ്റർവ്യൂസോ കൊടുത്തിട്ട് ഡയലോഗ് അടിക്കുന്നതൊന്നും കേട്ടിട്ടില്ല. പുള്ളി പ്രവർത്തിച്ചിട്ടാണ് ശീലം. അത് കാണിച്ചു തന്നു. മികച്ച രീതിയിലുള്ള സ്കൗട്ടിങ് നടത്തി, അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളൊരു സ്കൗട്ടിങ് നടത്തി. അതിനുവേണ്ടി നൗഷാദ് മൂസയെ പോലത്തേക്ക് ഒരു പരിശീലകനെ കൊണ്ടുവന്നു. ഹെഡ് കോച്ച് എന്ന നിലയിൽ യുവാൻ പെഡ്രോ ബെനാലി എന്ന് പറഞ്ഞ പരിശീലകനെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ കോച്ചിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഒരു ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കോച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു മാനേജിങ് സ്കിൽ. ഇപ്പം ഒരു ടീം എങ്ങനെയാണ് അതനുസരിച്ചിട്ട് ആ ഒരു ടീമിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇദ്ദേഹത്തിൻ്റെ ടീമിൽ ഒരു പ്ലെയർ അത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് തൂക്കി വെളിയിലെറിയും. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പരിശീലകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്ലേയേഴ്സ് വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനത്തെ ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ മത്സരത്തിൻ്റെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പം കോച്ചിനെ കൊണ്ട് പോലും പ്രസ് ചെയ്യിപ്പിച്ചിട്ട് ചില കളിക്കാരെയൊക്കെ കളിപ്പിക്കുന്ന ക്ലബ്ബുകളുണ്ട്. മറ്റ് ചില കാരണങ്ങളാണ് അവരുടെ ലക്ഷ്യം, നിഗൂഢ ലക്ഷ്യങ്ങൾ. അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ച്. അതുകൊണ്ട് തന്നെയാണ് ആ ടീമിനെ മുഴുവനായിട്ടും താരതമ്യേന ഇൻ പേപ്പറിൽ ഒരു മികച്ച സ്ക്വാഡൊന്നും പറയാനില്ലെങ്കിലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് അവർക്ക് മികച്ച ഒരു വിദേശ സ്ക്വാഡ് ഉണ്ട് എന്നുള്ളത്. 6 താരങ്ങളുടെ കാര്യം എടുത്താൽ ഇപ്പം ഹംസ മാത്രമാണ് ഇഞ്ചുറി ആയിട്ട് പോയത്. അദ്ദേഹം നല്ല പ്ലെയർ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ സെബാക്കോ ഒരു ടോപ്പ് ഡിഫൻഡറാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിഫൻസിൻ്റെ ആ ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. അല്ലാണ്ട് ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലാത്ത വിദേശ താരമൊന്നും അല്ല. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബെമ്മാമറിനെ പോലത്തെ ഒരു ടോപ്പ് പ്ലെയർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ നെസ്റ്റർ, അലാദീൻ അജാരിയെ പറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബോൾ, അങ്ങനെ എക്സെപ്ഷണൽ പെർഫോമൻസ്. പിന്നെ ഗുല്ലമോയെ പോലത്തെ ഒരു സ്ട്രൈക്കർ. ഗുല്ലമോ ഒരു എബോ ആവറേജ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഹംസയും അല്ലെങ്കിൽ ഗുല്ലമോ ആയിരിക്കും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറാനായിട്ട് തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒരു നല്ല ഗോൾ കീപ്പർ, നല്ല ഡിഫൻഡർ, നല്ല മിഡ്ഫീൽഡർ, നല്ല ഒരു ഫോർവേഡ് എന്ന് പറയുന്നത്. ഈ ഒരു റൂള് അവർക്ക് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യാൻ സാധിച്ചു എന്നതാണ്. ഇപ്പം ഗുർമീത്ത്, അവർക്ക് ഗോൾ കീപ്പിംഗ് കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവർ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ മറികടന്നു. സബാക്കോയെ പോലത്തെ ഡിഫൻഡർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്ര ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസിനെ ഒരു കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. പിന്നെ ബെമ്മാമറിനെ പോലത്തെ ഒരു പ്ലെയർ, നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒക്കെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ബെമ്മാമർ മായക്കണ്ണൻ സഖ്യത്തെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അലാദീൻ അജാരിയെ ലെഫ്റ്റിൽ കളിപ്പിച്ചു. അപ്പോൾ ജിതിൻ ലെഫ്റ്റിൽ കളിക്കുന്ന പ്ലെയറാണ്, അദ്ദേഹത്തെ റൈറ്റിലേക്ക് യൂട്ടിലൈസ് ചെയ്ത് അവരെ യൂട്ടിലൈസ് ചെയ്യാണ്, ഉള്ള പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാണ്. പിന്നെ ഗില്ലമോ കളിക്കുന്ന സാഹചര്യത്തിൽ ഗില്ലമോ കളിക്കുമ്പോൾ, അല്ലാത്തപ്പം ഈ പറഞ്ഞ പോലെ നെസ്റ്ററിനെ കൊണ്ടുവന്നിട്ട് അലാദീനെ ഒരു സ്ട്രൈക്കർ എന്ന ലെവലിൽ കളിപ്പിക്കുക. അതാണ് പറഞ്ഞത്. ആ
യൂട്ടിലൈസിങ് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ് അത്. അടുത്ത വർഷവും അത് അവർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷ. ഞാൻ പറഞ്ഞ പോലെ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പോലും അവർക്ക് ടോപ്പ് 4 അപ്പുറത്തേക്ക് വേണേൽ ഷീൽഡ് റേസിൽ വരെ ഒക്കെ വരാൻ പറ്റും. പറഞ്ഞ പോലെ സുമിത്രാത്തിനെ പോലത്തെ ഒരു പ്ലെയറെ ഡിഫൻസിൽ അവർക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനിയിപ്പോൾ ഈ സമ്മറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തുന്നതെന്നൊക്കെ ഉള്ളത് നോക്കി കാണാം. അവർ നടത്തുന്നത് ഈ പറഞ്ഞ പോലെ ചിലപ്പം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ചില പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും. ഫോറിനേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ പൂളാണ്. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഒന്നും കാണിക്കാണ്ട് അലാദീനെ പോലത്തെ, ബമ്മാമറിനെ പോലത്തെ, സെബാക്കോയും നെസ്റ്ററിനെയും പോലത്തെയൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റുള്ള ഒരു ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നെ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനേക്കാൾ വലിയ പെയ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. പാർട്ട് 2 ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഞാൻ സനി ഓഫ്.